അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഒരു പരിധിയിൽ കൂടുതൽ അവരാരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് ഒന്നാമത്തെ ഒരു കാര്യമാണ് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു കൊണ്ടുവരുമ്പോൾ അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡ്സിന് ആയിക്കോട്ടെ അതൊരു ഹെൽപ്ഫുൾ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾക്കായാലും നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ, എന്തിനും മക്കളുടെ കാര്യം പറയണേ, നമ്മുടെ കാര്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രീം വാങ്ങണേ. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെയിലി വ്ളോഗ്സോ വേറെ ഒന്നുമല്ല, ട്രിപ്പ് പോയിൻ്റെ ഒന്നുമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് കേട്ടോ. ഈ വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടേ മാറ്റിയായിരുന്നു. ഈ വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ നമ്മുടെ ലൈഫിലേക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്ന 11 കാര്യങ്ങൾ കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കും ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ അധികം നീട്ടി വലിക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് കുറേ നേരം എൻ്റെ മുഖം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. പക്ഷേ ഈ 11 കാര്യങ്ങളിൽ ചിലത് നിങ്ങൾ കേട്ടിട്ടും കൂടി ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. നന്ദി പറഞ്ഞൊരു ദിവസം ആരംഭിക്കണം. നമുക്ക് കിട്ടിയ നന്മകളെ പറ്റിയിട്ട് ചിന്തിക്കുക. കാലത്ത് ഒരു ദിവസം ആരംഭിക്കുന്നത് നന്മകളെ പറ്റി ചിന്തിച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി നിറയാനായിട്ട് കാരണമാവും. നമ്മൾ കാലത്തിന് എഴുന്നേൽക്കുമ്പോൾ നമുക്കുള്ള കുറവുകളെ പറ്റി ചിന്തിക്കേണ്ട നന്മകളെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ ഭയങ്കര നല്ലതല്ലേ. അപ്പം നമ്മൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, നമ്മൾ എവിടെയാണോ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് അവിടെ പോയിട്ട് ഒന്ന് നമുക്ക് കിട്ടിയുള്ള നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കാം. നിങ്ങൾക്ക് അങ്ങനെ പോയി നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എഴുന്നേറ്റ്, നമ്മൾ കിടക്കപ്പായിൽ എഴുന്നേറ്റിരിക്കുമല്ലോ, എഴുന്നേറ്റിരുന്ന് അപ്പോൾ തന്നെ ഒന്ന് കൈക്കുപ്പി ദൈവത്തിനൊന്ന് ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞിട്ട് ആ ഒരു ദിവസം ആരംഭിച്ച് നോക്കിയാൽ ഭയങ്കര നല്ലതാണ്. പോസിറ്റിവിറ്റി ഒരുപാട് നിറയാനായിട്ട് കാരണമാവും കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറച്ച് പൈസ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ കുറച്ച് പൈസ ഒരു ട്രിപ്പ് പോകാനായിട്ട് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട്, ഇപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ചേട്ടനൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഒരു വർഷത്തിലൊരു ട്രിപ്പ് ഉണ്ട്. ഓണത്തിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകും. അവർ ട്രിപ്പ് പോകാനായിട്ട് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച തൊട്ട് അവർ കുറി വയ്ക്കും, അങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട്. അങ്ങനെ പൈസ സേവ് ചെയ്ത് വർഷത്തിൽ ഇപ്പോൾ ഒരു ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ അങ്ങനെ മൂന്നാർ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പോകും. വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഉള്ള പൈസക്കുള്ളവരാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള പാവപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ കൊണ്ട് പറ്റണ 100 രൂപ 50 രൂപ 200 രൂപ അങ്ങനെയൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളൊരു ട്രിപ്പ് പോകണം. ആ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരു ട്രിപ്പ് മക്കളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫാമിലി ആയിട്ടുള്ളൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വർദ്ധിക്കും കേട്ടോ. നമ്മളൊക്കെ ഇടയ്ക്ക് ട്രിപ്പിന് പോകണം. ഇപ്പം എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകണവരാണെങ്കിൽ ജോലിക്ക് പോകാൻ വരിക, പള്ളിക്ക് പോകാൻ വരിക, അങ്ങനെ ഇരിക്കാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇത്തിരി റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര നല്ലതല്ലേ. അപ്പോൾ അത് നല്ലൊരു ഡിസിഷനായിരിക്കും കേട്ടോ. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോ നോക്കിയോളൂ. അത് നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ ഭാര്യയ്ക്കായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, ഭർത്താക്കന്മാരായിക്കോട്ടെ, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു കാര്യം അത്. ഇനി മൂന്നാമത്തെ, എനിക്കില്ലാത്തൊരു ക്വാളിറ്റിയാണ് നോ പറയേണ്ടടുത്ത് നോ പറയാതിരിക്കൽ. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്നും അതിൻ്റെ വൃത്തിക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിപ്പോൾ ഒരു കാര്യം നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും, ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും. അയ്യോ അന്ന് ഞാൻ ചെയ്യാം എന്ന് പറയും, എന്നിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ല, എന്നിട്ട് അവസാനം എല്ലാ ചീത്തപ്പേരും നമുക്കുണ്ടാവും. എന്തിനാ വെറുതെ. അപ്പം ഇപ്പോൾ ഭർത്താക്കന്മാരായിക്കോട്ടെ, അമ്മയോ അപ്പച്ചനോ ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സോ ആരെങ്കിലും ആയിക്കോട്ടെ, ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവരോട് നോ പറയാമെന്ന് വിചാരിച്ചിട്ട് നോ പറയാതിരിക്കല്ലേ. അല്ലെങ്കിൽ ഒന്ന് പറയാം, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്നെങ്കിലും പറയാം അറ്റ്ലീസ്റ്റ്. അപ്പം എന്നിട്ട് പിന്നെ ഒന്ന് ആലോചിക്കാം. ചാടി പെട്ടെന്നൊരു ഡിസിഷൻ ഒരിക്കലും എടുക്കരുത്. ഒന്ന് ആലോചിച്ചിട്ടേ നമ്മൾ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഡിസിഷൻ മേക്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ഇനി നാലാമത്തെ കാര്യം, ഈ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ, എനിക്കുള്ള അസുഖമാണ് കേട്ടോ, ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചിലപ്പോൾ ഒരു തുമ്മലായിരിക്കും, ചിലപ്പോൾ ചെവി വേദനയായിരിക്കും, ചിലപ്പം ഇപ്പം എൻ്റെ മക്കളുടെ കേസിൽ ഇപ്പം എന്നേക്കാളും കൂടുതൽ ഞാൻ അമ്മമാർ ടെൻഷൻ അടിക്കാൻ മക്കളുടെ കേസിലാണ്. മക്കള് അവരുടെ തലയിൽ എന്തെങ്കിലും ഒരു കഴല വരെ, എന്തെങ്കിലും ഒരു പൊട്ടൽ വരെ, എന്തെങ്കിലും ചിലപ്പോൾ ചെവി വേദന പറയുക, കാലുവേദന പറയുക.
അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നേരെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നേക്കാൾ മുന്നേ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഫോൺ എടുക്കും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് അവസാനം വന്ന് നിൽക്കുന്നത് വലിയ വലിയ അസുഖങ്ങളാകും. ഒന്നല്ലെങ്കിൽ ക്യാൻസർ. കാലുവേദനയായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയപ്പോൾ ബോൺ ക്യാൻസർ, തലയിൽ ഒരു കഴല വന്ന് നോക്കിയപ്പോൾ ബ്ലഡ് ക്യാൻസർ, എല്ലാതും ക്യാൻസറിലാണ് വന്ന അവസാനം നിൽക്കുള്ളൂ. എന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്തിനാ അതിൻ്റെ ആവശ്യം? എന്തെങ്കിലും നമുക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, പേടിയായിട്ടുള്ളതാണെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോവുക. ദൈവം സഹായിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിക്കുക. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് ടെൻഷൻ അടിച്ചാൽ പോരെ. ഇത് അതിനേക്കാളും മുന്നേ ടെൻഷൻ അടിച്ച് പ്രഷറൊക്കെ കുറഞ്ഞ് നമ്മൾ ആകെ വയ്യാണ്ടാവും. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ? അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ. സെർച്ച് ചെയ്ത് ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയണേ. അപ്പോൾ ആ ഒരു ശീലം നിർത്തി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫ് കേട്ടോ. പിന്നെ 5ാമത്തെ കാര്യം, വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തിങ്ങനെ ഇരിക്കില്ലേ. റെസ്റ്റ് ടൈമിൽ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും വല്ല വിശേഷങ്ങളുണ്ടോ, ന്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഇപ്പം നമ്മുടെ ഒരുപാട് ജോലി അവിടെ ചെയ്യാനായിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഫോണിൽ നോക്കി ഇരുന്ന് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ മടിയന്മാരൂട്ടാ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാ. ഞാനതൊക്കെ കുറച്ചാൾ മുന്നേ നിർത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാലും ആരെങ്കിലും നിർത്താത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനായിട്ടുണ്ടായിരിക്കും, കറി വെക്കാണ്ടായിരിക്കും, ചോറ് വെക്കാണ്ടായിരിക്കും. എന്നാലും കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നോക്കാന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇരുന്ന് നോക്കി നമ്മൾ എവിടേക്കോ പോവും. അത് നമ്മൾ സെർച്ച് ചെയ്യും, ഇത് സെർച്ച് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവും, ഫേസ്ബുക്കിലേക്ക് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊന്നും തീരൂല. ജോലി ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് പോവും. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് ആ ഒരു തീക്ഷ്ണതയിലിരിക്കുന്ന ആ ഒരു ടൈമിൽ, ഇൻട്രസ്റ്റിലിരിക്കുന്ന ടൈമിൽ എല്ലാ ജോലികളും തീർക്കാനായിട്ട് ശ്രമിച്ചോളട്ടെ. സ്ക്രോൾ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതെല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ആ ഒരു സമയം നമ്മൾ കണ്ടെത്തണം ഫോൺ നോക്കാനൊക്കെ ആയിട്ട്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ്, അത് കറക്റ്റ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റിലോ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും കഴിയും. ഇപ്പോൾ അതെ, ഹൗസ് വൈഫിന് ഞാൻ കറക്റ്റ് ഒരു പ്ലാൻ, ഞാൻ ചെയ്യുന്നൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഈസി ആയിട്ടൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തിങ്കളാഴ്ചയ്ക്കാണെങ്കിൽ ക്ലീനിങ്ങുകളുടെ കേസാട്ടോ ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച ആണെങ്കിൽ ബെഡ്റൂം ക്ലീൻ ചെയ്യുക, ചൊവ്വാഴ്ച നമ്മുടെ കിച്ചൺ ക്ലീനിങ്, ബുധനാഴ്ച പിന്നെ എന്താ ബാത്റൂം ക്ലീനിങ്, അങ്ങനത്തെ ക്ലീനിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ചെയ്യുക. പിന്നെ കിച്ചണിലത്തെ ജോലികൾ എളുപ്പമാക്കാനായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുക, ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കുക, അപ്പം നമ്മൾ നാളികേരമൊക്കെ ചിരകി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയുന്ന പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ കുറേ ട്രിക്കുകൾ നമുക്കങ്ങനെ എന്താ പറയുക ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കുക. എന്നിട്ട് ഇന്ന സമയത്ത് പഠിക്കേണ്ട സമയമാണ്, ഇപ്പം 5 മണിക്ക് ഇരുന്ന് പഠിക്കുക, ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കുക, പിന്നെ കുറച്ച് നേരം TV ഒക്കെ കാണുക, അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് വീണ്ടും ഇരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് പ്ലാനിങ്ങൾ, സ്റ്റഡി പ്ലാൻ, അത് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പം മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യാം. അതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, നമ്മൾ ജേർണൽ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം അതിലെന്താ ചെയ്യണം, ഇങ്ങനെ ഒരു ബുക്ക് ആദ്യം എടുക്കുക, ഒരു ഡയറി നമ്മൾ എടുത്തിട്ട് ആ ഒരു ദിവസം നമുക്ക് കിട്ടിയ ഒരു 10 ബ്ലെസ്സിങ് എഴുതാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള 10 അനുഗ്രഹങ്ങൾ അത് എഴുതാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ എഴുതുമ്പോൾ എന്താ ഗുണമെന്നറിയോ, നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കും. നമുക്ക് ഇത്ര ദൈവാനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. 10 അനുഗ്രഹങ്ങൾ എഴുതിയാൽ മതി. 10 അനുഗ്രഹങ്ങൾ എഴുതാം. പിന്നെ ആദ്യത്തെ 3-4 ദിവസമൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ എന്താ അനുഗ്രഹങ്ങളുള്ളത്. പിന്നെ നമുക്ക് കിട്ടി കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ നമ്മൾ അനുഗ്രഹങ്ങൾ എഴുതും. നമുക്ക് ഈ അനുഗ്രഹം കിട്ടി, അപ്പോൾ നമുക്ക് എന്താ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കുറയും. പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത്, വൈകുന്നേരം കിടന്നുറങ്ങണേക്കാളും മുന്നേ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഈ ചാനലിൽ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ് കാലത്ത് എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം വൈകുന്നേരം ഉറങ്ങുന്നതിനേക്കാളും മുന്നേ നമ്മൾ ചെയ്യണം. നമ്മളെ ജീവിതം, നമ്മൾ അന്നത്തെ ആ ഒരു ദിവസത്തിൽ, ആ ഒരു ഡേയിൽ നമ്മൾ ചെയ്ത നന്മകൾ ഒരു സൈഡിൽ, നമ്മൾ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്ക് തന്നെയല്ലേ നന്നായിട്ട് അറിയുള്ളൂ, അത് എഴുതിയിട്ട് ഇപ്പോൾ അങ്ങനെ 2-3 കുറച്ച് നാളങ്ങ് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഒരാഴ്ച എത്തുമ്പോൾ ഒരു 2-3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് മറച്ചു നോക്കാം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ഈ തെറ്റ് ചെയ്യുന്നുണ്ട്, അത് നിർത്തണം. അപ്പം അതിനുള്ളൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം.
അങ്ങനെ ആ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാര്യം നമ്മൾ ചെയ്ത തെറ്റിനെ പറ്റി, ചീത്ത കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുതെന്നാ പറയാ. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോയ തെറ്റുകളെ പറ്റി മനസ്സിലാക്കിയാലാണ് അത് തിരുത്താൻ പറ്റുള്ളൂ. തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ തിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഒരു കാര്യം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിലൂടെ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതാണ് ജേണൽ എഴുതുക എന്നുള്ളതാണ് 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തോട് കമ്പയർ ചെയ്യരുത്. നമ്മളെല്ലാവരും യുണീക്കാണ്, വ്യത്യസ്തരാണ്. നമ്മളെപ്പോലെ എല്ലാവരും. അവർക്കുള്ള നന്മകൾ നമുക്കുണ്ടാവില്ല, നമുക്കുള്ള നന്മകൾ അവർക്കുണ്ടാവില്ല. പിന്നെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ പുറംവശം മാത്രം കണ്ടിട്ട് അവരെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. അവർ പുറത്തുള്ള പോലെ ആവില്ല ഉള്ളില്. അവരുടെ ഉള്ളിൽ എന്താ നടക്കണേന്ന് നമുക്കറിയില്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തൊരു പെർഫെക്റ്റാന്ന് തോന്നും. അതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽപക്കത്തായിക്കോട്ടെ, നമുക്ക് തോന്നും എന്തൊരു ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള വിഷമം, അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അവർക്ക് തന്നെ അറിയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും. നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ചിന്തിക്കണേ. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പുറത്ത് കാണിക്കുമോ? ഇല്ല, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ പുറത്ത് നോക്കുന്നവർക്ക് അവർക്കും തോന്നുന്നുണ്ടാവും എന്തൊരു സുഖം, എന്തൊരു നല്ല ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലത്തെ വിഷമങ്ങൾ, നമ്മുടെ ഉള്ളിലത്തെ കടബാധ്യതകളൊക്കെ നമുക്കറിയുള്ളൂ അല്ലേ? അപ്പം കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമ്മളൊന്ന് ആലോചിക്കാം, നമ്മൾ എങ്ങനെയായിരുന്നു, ഈ വർഷം നമ്മൾ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിട്ട് എന്തൊക്കെ ബ്ലെസ്സിങ്ങുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും. അല്ലാണ്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ കമ്പയർ ചെയ്തിരിക്കലും ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്കൊരു ഉയർച്ച അതിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് 8ാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കാം. നമ്മളെ ആയിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കാം. പിന്നെ 9ാമത്തെ കാര്യം സെൽഫ് കെയർ ആണ്. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കെയർ, നമ്മുടെ സ്കിൻ കെയർ, നമ്മുടെ ഹെയർ കെയർ, നമ്മുടെ എന്താ പറയുക, വേറൊരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ്. അതിനൊക്കെ ഒരു കെയർ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മൾ തന്നെ കൊടുക്കണം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ കെയർ ചെയ്യാൻ മറ്റുള്ളവർ വന്നിട്ട് നീ അത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ പുഷ് ചെയ്യില്ല. അതിന് നമ്മൾ തന്നെയുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെയുള്ളൂ. നമ്മുടെ സ്കിന്ന് നോക്കാനും നമ്മുടെ ഹെയർ നോക്കാനും നമ്മൾ തന്നെയുള്ളൂ. നമ്മൾ തന്നെ ചെയ്യണം. ദൈവം തന്നിരിക്കുന്നതാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നായിക്കോട്ടെ, അത് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കല്യാണം കഴിഞ്ഞില്ലേ, മക്കളായില്ലേ എന്ന് വെച്ചിട്ട് അതിന് നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്കൊന്നും നമ്മൾ നിൽക്കരുത് കേട്ടോ. അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മറ്റൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നൊരു വില വേറെയാണ് അല്ലേ? അപ്പൊ എന്നോട് കുറെ പേരൊക്കെ പറയും, 3 പിള്ളേരായിട്ട് അങ്ങനെ 3 പിള്ളേരുടെ അമ്മയാണെന്നൊന്നും തോന്നണില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അപ്പോൾ അതേപോലെ എന്താ നല്ല ഭംഗി വെച്ചല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പൊ അവരുടെ മുന്നിൽ പറയും പിന്നെ കളിയാക്കല്ലേ എന്നൊക്കെ നമ്മളൊക്കെ പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ കേൾക്കണമെങ്കിൽ നമ്മൾ അതേപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ വർദ്ധിക്കും. അതൊരു കാര്യം. പിന്നെ 10ാമത്തെ കാര്യമാണ്, പുതിയ എന്തെങ്കിലും കാര്യം നമ്മൾ പഠിക്കാനായിട്ട് ഒരു എഫേർട്ട് എടുക്കുക. ഇപ്പം ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, മുൻപ് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ പലരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമായിരുന്നു, ഡാൻസ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഡാൻസൊക്കെ പഠിച്ചു. പിന്നെ പാട്ട് പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ റീഡ് ചെയ്യണം, ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര മടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യാൻ കഴിയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒന്നല്ലെങ്കിൽ ആ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഒരു ദിവസം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും. അപ്പം അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് ചിലവഴിക്കണം കേട്ടോ. ബുക്ക് വായിക്കാനാണെങ്കിൽ അരമണിക്കൂർ. അപ്പം ഏത് ബുക്ക് വേണമെങ്കിലും വായിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നോവലുകൾ വായിക്കണം എന്നുണ്ടെങ്കിൽ, ബുക്കുകൾ വായിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ഹോബികൾക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മളത് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതാണ് 10ാമത്തെ കാര്യം. 11ാമത്തെ കാര്യം, മറ്റുള്ളവരോട് നമ്മുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഇപ്പം അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഒരു പരിധിയിൽ കൂടുതൽ അവരാരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് 1ാമത്തെ ഒരു കാര്യമാണ് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്.
ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൊണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് നമുക്കിത് ചെയ്ത് തരേണ്ടി വരും. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് നമുക്ക് തന്നെ പോകാനായിട്ടൊരു കഴിവുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് തോന്നുന്നിടത്തൊക്കെ നമുക്ക് പോവാം. അതും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് വർദ്ധിപ്പിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4 വീലറാണ് എനിക്ക് പഠിക്കേണ്ടത്. മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ ചേട്ടന് ഇപ്പോൾ എന്തെങ്കിലും സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും ഒഫീഷ്യൽ ട്രിപ്പിനൊക്കെ പോവാറുണ്ട് ചേട്ടൻ. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ പോകണമെങ്കിൽ എനിക്ക് തൊട്ടപ്പുറത്ത് ആരെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാര്യം ഉള്ളിൽ ഭയപ്പാട് എന്തെങ്കിലുമൊക്കെയാണ്. എനിക്കുണ്ട്, നല്ല പേടിയുണ്ട്. കാരണം 2 വീലർ ഓടിച്ചിട്ട് വീണിട്ട് എൻ്റെ കാലിന് ഇതിന് പരിക്ക് പറ്റിയിട്ടുള്ള കാരണം, നമ്മുടെ ലിഗ്മെന്റിന് പരിക്ക് പറ്റിയിട്ടുള്ള കാരണം പേടിയായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാനൊരു നിശ്ചയിച്ചിട്ടുണ്ട്, എനിക്കത് 4 വീലർ പഠിച്ചിട്ട് പോകണം, യാത്ര ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്നെ നടക്കാതിരിക്കണതിൻ്റെ ഒരു കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 70% ഡിപ്പെൻഡൻസി നമുക്ക് കുറയും കേട്ടോ. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ച് ജോലിക്ക് പോകാനായിട്ട് നല്ല എഡ്യൂക്കേഷണൽ ക്വാളിറ്റീസ് ഉള്ളവർ ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പറ്റുന്നവരാണെങ്കിൽ ജോലിക്ക് പോവുക. മക്കളെ നോക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാക്കണതിൻ്റെ വില അത് വേറെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു വരുമാനം ഉണ്ടാക്കണതിൻ്റെ വില അത് വേറെയാണ്. എല്ലാവരുടെ മുന്നിൽ ഒരു വിലയും കിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തന്നെ നമ്മളോട് ഒരു മതിപ്പ് തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു കൊണ്ട് വരുമ്പോൾ അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡ്സിന് ആയിക്കോട്ടെ അതൊരു ഹെൽപ്ഫുൾ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾക്കായാലും നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ. എന്നിട്ട് മക്കളുടെ കാര്യം പറയണേ, നമ്മുടെ കാര്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രീം വാങ്ങണമെങ്കിൽ അതിപ്പോൾ ആരോടും ചോദിക്കേണ്ട, നമുക്ക് തന്നെ വാങ്ങാം അല്ലേ. അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ്. ഒരു ജോലി കണ്ടുപിടിക്കുക, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളതൊക്കെ കേട്ടോ. അതാണ് 11ാമത്തെ കാര്യം. നേരത്തെ ഞാൻ 11 കാര്യങ്ങളെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്ന അല്ലേ. 11 കാര്യമല്ലാട്ട, 12 കാര്യമുണ്ട്. പക്ഷേ ഞാൻ തെറ്റി പറഞ്ഞതാ. ഇനി 12ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കല്ല കേട്ടാ. എൻ്റെ സ്വഭാവം പൊട്ട സ്വഭാവം. എൻ്റെ ചെറിയ കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അതാലോചിച്ച് വിഷമിച്ച് അന്നത്തെ ദിവസം മൊത്തം കൊള്ളാക്കും. അന്നത്തെ ദിവസം മുഴുവൻ സ്പോയിലാക്കാന്ന് പറയില്ലേ. പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ജോലി എടുക്കാൻ തോന്നില്ല, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അങ്ങനെ ആ കാര്യങ്ങൾ ആലോചിച്ച് അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ ആലോചിച്ച്, എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ഇരുന്ന് തലവേദനയാവും, ടെൻഷൻ അടിക്കും. അന്നത്തെ ദിവസം മൊത്തം അങ്ങ് പോയി കിട്ടും. അപ്പം അങ്ങനെ ഒരു പൊട്ട സ്വഭാവമുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയോളൂ കേട്ടോ. അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്താനേ പറ്റുള്ളൂ. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ നമ്മുടെ മക്കളും ഡിസ്റ്റർബ്ഡ് ആവും. എന്തിനാ വെറുതെ. അപ്പൊ ചെറിയ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടാൽ മതി. നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്നത് ഒരു 90% നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ വിചാരിച്ചാലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. മനസ്സിലായി. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊട്ടെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നേ. ഇപ്പൊ എല്ലാവരുടെ ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് ആലോചിച്ചിരുന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം. അപ്പൊ ആലോചിച്ചിരിക്കണേക്കാളും പകരം എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ആലോചിക്കാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനോ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ ഹോബികൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതിനും പിറകെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാനായിട്ടുള്ള സമയം ഇല്ലാതിരിക്കാൻ നല്ലത്. ആവശ്യമില്ലാണ്ടുള്ള ആലോചനകളാണ് തെറ്റായ തീരുമാനത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ എത്തിക്കുന്നത്. ആവശ്യമില്ലാണ്ട് ചിന്തിക്കേണ്ട, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അപ്പം നമ്മുടെ ജീവിതം നല്ല ഹാപ്പി ആയിട്ടേ വരുള്ളൂ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള എൻ്റെ 12 ഡിസിഷൻസ് ആണിത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. കുറേ നേരമായി നിങ്ങൾ എന്നെ കണ്ടിരിക്കണു, എനിക്കറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ, സീ യു.